ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂമി ഇടിഞ്ഞു താഴ്ന്നും മരങ്ങൾ കടപുഴകിയുമാണ് അപകടങ്ങൾ ഏറെയും. കോഴിക്കോട് വടകരയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. തിരുവനന്തപുരം മുടവൻമുകളിൽ വാട്ടർ അതോറിറ്റിയുടെ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണു. കനത്ത മഴയിൽ കൊല്ലം ചീരങ്കാവിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. കോഴിക്കോട് വടകരയിൽ ഇടിമിന്നലേറ്റ് മണിയൂർ സ്വദേശി ഷൈജുവിന്റെ വീട് തകർന്നു. കനത്ത മഴയിൽ കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ വയോധികയുടെ വീട് തകർന്നു. മുണ്ടംപൊയിലിൽ ചക്കിക്കുട്ടിയുടെ വീടാണ് തകർന്നത്. പെരുവയലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വടകരയിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു വീണു. ഇടുക്കി കമ്പംമെട്ടിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി കാറുകളും സ്കൂട്ടറുകളും തകർന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്നാറിൽ വഴിയോര കടകൾ ഒഴിപ്പിക്കും. വഴിയരികിലെ പാർക്കിംഗും നിരോധിച്ചു. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. ശക്തമായ മഴയിൽ തൃശൂർ പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിൽ വിള്ളൽ രൂപപ്പെട്ടു. കോട്ടയം കടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന പാഴ്മരം കടപുഴകി വീണു. കണ്ണൂർ തിരുമേനി മുതുവമ്പാടിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചുണ്ടക്കുന്നിൽ കനത്ത മഴയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.